വള്ളസദ്യ എങ്ങനെ കഴിക്കാം? പത്തനംതിട്ടക്കാരുടെ സ്വന്തവും 52 സ്വകാര്യ സന്തോഷവുമായ ആറന്മുള വള്ളസദ്യ എങ്ങനെ കഴിക്കാമെന്ന് നോക്കിയാലോ? ചങ്ക് ഇറ്റ്സ് മീ മാന്ത്രികൻ. 6 കരക്കാരുടെ സ്വന്തവും 5ാം തലമുറക്കാരുമായ കിഴക്കിന്റെ ചക്രവർത്തിയും അതിലുപരി തിരുവാറന്മുളയപ്പന്റെ ഇഷ്ടദാസന്മാരിൽ പ്രധാനിയുമായ അയിരൂർ പള്ളിയോടത്തിന്റെ കൂടെയാണ് ഇന്നത്തെ സദ്യ, അതായത് ഞങ്ങളുടെ കര. അങ്ങനെ പള്ളിയോടം കടവിൽ വന്നു കഴിഞ്ഞാൽ വഴിപാടുകാർ നമ്മളെ സ്വീകരിക്കും. ഭഗവാന്റെ സ്തുതി പാടി ക്ഷേത്രത്തിന് വലം വെക്കുക എന്നതാണ് അടുത്ത ചടങ്ങ്. ഇനിയും നമുക്ക് എങ്ങനെ വള്ളസദ്യ കഴിക്കാമെന്ന് നോക്കാം. 3 രീതിയിൽ നമുക്ക് കഴിക്കാൻ സാധിക്കും. 1, പരിചയമുള്ള ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ അവർ വഴി പാസ് കളക്ട് ചെയ്ത് നമുക്ക് സദ്യ കഴിക്കാൻ സാധിക്കും. 2, ക്ഷേത്ര അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പാസ് തിരക്കി വാങ്ങുവാൻ സാധിക്കും. 3, പുരുഷന്മാർ മുണ്ട് തുറത്തു കൊടുത്ത് വന്നതിന് ശേഷം അടുത്തുള്ള പള്ളിയോടക്കരയിലെ പ്രതിനിധികളോട് ചോദിച്ചിട്ട് അതേ പള്ളിയോടത്തിൽ കയറി വന്ന് സദ്യ കഴിക്കാൻ സാധിക്കും. ആദ്യം തന്നെ ഭഗവാന്റെ തിരുമുമ്പിൽ സദ്യ വിളമ്പിയതിനു ശേഷമാണ് ശരിക്കും തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ടൊരു ഓളമാണ്. വ്യത്യസ്തമായ വിഭവങ്ങൾ, വ്യത്യസ്തമായ പാട്ടുപാടി വാങ്ങുമ്പോൾ കാണാൻ വന്നവർക്കും കഴിക്കാൻ വന്നവർക്കും ഈ ഒരു സദ്യ ഒരു വിരുന്ന് തന്നെയാവും. അങ്ങനെ സദ്യ കഴിച്ചതിനു ശേഷം പിന്നെ നന്ദി പറച്ചിലാണ് വഴിപാടുകാരോട്. അതിനുശേഷം കൊടിമരത്തിന്റെ താഴെ പറതളിക്കുക എന്ന ചടങ്ങാണ്. അതും കഴിഞ്ഞതിന് ശേഷം യാത്ര ചോദിച്ച് കരയിലേക്ക് തിരികെ മടങ്ങുന്നു.